ഈ തുരുപ്പുകുലാൻ എന്നുള്ള ഒരു പേരിന്റെ ബാക്കിലുള്ള ഒരു ബ്രെയിൻ എന്താണ്? തീർച്ചയായും നമ്മുടെ തിരുവനന്തപുരത്ത് ലാൽ കരിങ്കട എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം നമ്മുടെ ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പിന്നിലെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ മകനാണ് വിഷ്ണു. അപ്പം നമ്മൾ മൂന്നുപേരുമാണ് ഇതിൻ്റെ ഒരു ടോൾ പില്ലേഴ്സായിട്ട്. അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ എന്നെ കൂടെ ഇതിൻ്റെ അകത്തോട്ട് എൻ്റെ ഇതിൻ്റെ അകത്തുള്ളൊരു പാഷനിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് പോസിറ്റീവ്. ഞാൻ ഈ വ്യാജമായ കേസ് പെട്ട് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ഈ ഒരു പ്രപ്പോസൽ ആശയം വന്നത്. അപ്പോൾ അതായിട്ട് നമ്മൾ യൂറോപ്പിൽ പോകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു ഒരു ഒരു ഡൗൺഫാളിന് വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ തിരിച്ച് ഈ കേസ് ആൻറ്റിസിപ്പേറ്ററി ബെയിലും കിട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഈ ബ്രാൻഡുമായിട്ടാണ്. മനസ്സിലായി തുറപ്പുലാനായിട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പോൾ ശത്രുക്കൾ പോലും പലയിടത്തും പറഞ്ഞു ഇയാളെ പിടിച്ച് എവിടെ കൊണ്ടിട്ടാലും ഇയാൾ അവിടെ ഒന്ന് കയറി പൊങ്ങി വരും എന്നുള്ള ഒരു പോക്സോ കേസ് കൊണ്ടുവന്നിട്ട് വ്യാജ പോക്സോ കേസ് കൊണ്ടുവന്നിട്ട് താർക്കാൻ പറ്റിയില്ല. ഇനി എങ്ങനെ താർക്കും? ഇതിനപ്പുറം വേറെ ഒന്നും നിയമത്തിൽ ഇതൊന്നും നോൺ ബെയിലബിൾ ഓഫൻസ്. അതെ, പീഡനം എന്ന് പറയുന്നത് ഓക്കെ, അതിന് ബെയിലൊക്കെ കിട്ടാം. പക്ഷെ പോക്സോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഒരു തീവ്രത. ആൾക്കാർ നമ്മളെ സംഭവം എന്താണ് കേസ് ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്താണ്. എനിക്ക് പോലും അറിയില്ല എത്ര പേരുണ്ട്, എത്ര പേരുടെ ഏജ് ഒന്നും നമുക്കറിയില്ല. അതിൽ പങ്കെടുത്താണ് കേസ്. പക്ഷെ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ പോക്സോ എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് കുട്ടി നമ്മളോട് പൈസ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നില്ല. എത്ര ലക്ഷം രൂപ ചോദിച്ചു? ചെറിയ പൈസ ചോദിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ കള്ളു കുടിക്കുന്ന കാശ് ചോദിച്ചു. പക്ഷേ ഞാൻ എൻ്റെ വാശിയായിരുന്നു. 25 പൈസ പോലും ഞാൻ കൊടുക്കില്ലെന്ന് ഞാൻ വാശിയായിരുന്നു. കാരണം എന്തിന് കൊടുക്കണോ, നാളെ കൂടുതൽ ചോദിക്കും. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ റോൾ മോഡലാക്കി മറ്റു പലരോടും ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ എന്തായാലും എനിക്ക് സിംപിളി കൊടുക്കും. എന്നോട് പലരും ചോദിച്ചു, എൻ്റെ വക്കീൽ പോലും ചോദിച്ചു. 25,000 രൂപ ചോദിച്ചുള്ളൂ. കൊടുക്കാമായിരുന്നു. നീ ഒരു ദിവസം ഹയാത്തിൽ പോയി വെള്ളം ഒടിക്കുന്ന പൈസ, നീ എന്തിനാ അത് കൊടുക്കായിരുന്നു? സിംപിളി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാകത്തില്ല. അല്ല കൊടുത്തിരുന്നെങ്കിൽ, അത് കേസ് കൊടുത്തതിന് ശേഷം കൊടുത്തിരുന്നെങ്കിൽ കൂടി നമുക്ക് സോൾവ് ആകുമായിരുന്നു. കുട്ടിയെ റെപ്രസെൻ്റ് ചെയ്ത് പലരും എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വിളിച്ചു. ചേട്ടൻ കൊടുത്താൽ നമുക്ക് സോൾവ് ആക്കാൻ ചേട്ടാ. നമുക്കില്ല പറഞ്ഞു, ഞാൻ 5 പൈസ കൊടുക്കില്ല. അതിൻ്റെ വാശിയാണ്. ഞാൻ ഇനിയിപ്പോൾ എവിടെ വാർത്ത വന്നാലും ഇനി എന്ത് വന്നാലും ഞാൻ അത് ഓവർകം ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാനൊന്ന് പൈസ കൊടുക്കാൻ റെഡിയായിരുന്നെങ്കിൽ ഇന്ന് എനിക്കെതിരെ വ്യാജ പോക്സോ കേസ് വരില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് നല്ല കാര്യങ്ങളുണ്ടായി. ഇന്ന് ഇന്ത്യക്ക് ഒരു മിഷൻ മെൻസ് കമ്മീഷൻ ഉണ്ടായി. അതുകൊണ്ട് മിഷൻ മെൻസ് കമ്മീഷൻ ഈ പറയുന്ന പോലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന രീതിയിൽ തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ ഒരു വ്യാജ പോക്സോ കേസ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കേരളത്തിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് വരില്ല. അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാം.